ജനങ്ങൾ പാട്ടും പാടി തോൽപ്പിച്ചു. തോറ്റ് തുന്നം പാടി. ഏതാണ്ട് 7500 വോട്ടുകൾക്കാണ് പയ്യന്നൂർ, അതായത് CPMൻ്റെ കുത്തക മണ്ഡലമായ പയ്യന്നൂരിൽ TI മധുസൂദനൻ എന്ന സഖാവ് അല്ലെങ്കിൽ തോറ്റ MLA തോറ്റത്. അതിന് ആദ്യം ജനങ്ങളുടെ മെക്കിട്ട് കയറി, വി കുഞ്ഞികൃഷ്ണൻ്റെ മെക്കിട്ട് കയറി, എല്ലാവരെയും കുറ്റം പറഞ്ഞു. രക്തസാക്ഷി ഫണ്ട് താൻ വെട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ തെളിവുകൾ സഹിതം, കൃത്യമായ രേഖകൾ സഹിതമാണ് MLA കുഞ്ഞികൃഷ്ണൻ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും ഈ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇതാ വ്യാജ പ്രചരണം നടത്തി തന്നെ വി കുഞ്ഞികൃഷ്ണൻ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് TI മധുസൂദനൻ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. തോറ്റു തുന്നം പാടി, പാർട്ടിയും തോറ്റു, അവനവനും തോറ്റു, തോറ്റ MLA എന്ന ചീത്തപ്പേര് M സ്വരാജിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ടും മധുസൂദനന് മതിയായിട്ടില്ല. മധുസൂദനൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഒന്നുമില്ല, ഇതിനകത്ത് കൃത്യമായി തന്നെ അറിയാം, ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട്, രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്ന രേഖകളും കണക്കുകളും സഹിതം വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങൾ വോട്ട് ചെയ്തില്ല, സഖാക്കൾ വോട്ട് ചെയ്തില്ല. അങ്ങനെ 7500 വോട്ടുകൾക്ക് തോറ്റു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ കളിയാക്കി തുടങ്ങി. അതുപോലെ ചില മാധ്യമങ്ങളിലൂടെ വി കുഞ്ഞികൃഷ്ണനെതിരെ പല പ്രചരണങ്ങളും നടത്തി. അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചു, അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അങ്ങനെ പലതും ചെയ്തു. അതൊന്നും ഏൽക്കുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ ഹർജി ഹൈക്കോടതി ഇതുവരെ ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. കാരണം ഹർജിയിൽ ഒരുപാട് അപാകതകളുണ്ട്. നിയമപരമായി, രാഷ്ട്രീയപരമായി, അല്ലെങ്കിൽ ഈ ഹർജി നിലനിൽക്കില്ല എന്നുള്ള ഒരു വീക്ഷണത്തിലേക്കാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ എത്തുന്നത് എന്നാണ് വാർത്തകൾ. ഇങ്ങനെ ജനങ്ങൾ തോൽപ്പിച്ചിട്ട്, ജനങ്ങളെ വഞ്ചിച്ച്, രക്തസാക്ഷി കുടുംബത്തെയും വഞ്ചിച്ച്, മരിച്ചുപോയ ആളെയും വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ അടിച്ചുമാറ്റി എന്ന് പറയപ്പെടുന്ന, കൃത്യമായി തന്നെ തെളിവുകൾ സഹിതം അത് വി കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പയ്യന്നൂർ എന്ന CPMൻ്റെ മണ്ഡലം CPMന് നഷ്ടപ്പെടുകയും TI മധുസൂദനൻ തോൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്ന് തടയിടുന്നതിനായിട്ട്, വെള്ളപൂശുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ അപാകതയുണ്ടായി എന്ന് മുൻ സ്പീക്കർ കൂടിയായ AN ഷംസീർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് നമ്മളെല്ലാം കേട്ടതാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, അതിനകത്ത് എന്തെങ്കിലും ഒരു വാസ്തവം കാണും. അല്ലെങ്കിൽ പാർട്ടി എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, അല്ലെങ്കിൽ പാർട്ടി ചെയ്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിയായി എന്ന്. അതിന് ജയിച്ച MLA വി കുഞ്ഞികൃഷ്ണനെ പരിഹസിക്കുകയും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയും അദ്ദേഹം വ്യാജ പ്രചരണം നടത്തി തോൽപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ ജയിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുടെ, അതായത് ഒരു 10-12 പേരുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ആ രീതിയിൽ കുറച്ച് സഖാക്കളെയെങ്കിലും വിശ്വസിപ്പിക്കാൻ TI മധുസൂദനന് പറ്റുമായിരിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ, അല്ലെങ്കിൽ പയ്യന്നൂരിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ TI മധുസൂദനൻ കുറച്ചുകൂടി വിയർപ്പൊഴുക്കേണ്ടി വരും. എന്തിനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്? വേണമെങ്കിൽ നേരിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് വി കുഞ്ഞികൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹർജി കൊടുത്തുകൂടായിരുന്നു? അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ തന്നെ അത് കൊടുത്തുകൂടായിരുന്നു? വ്യാജ പ്രചരണം നടത്തി, അതായത് ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രചരണം നടത്തി, താൻ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചിട്ടില്ല, അത് തട്ടിച്ചു എന്ന് വ്യാജ പ്രചരണം നടത്തി. KK രാഗേഷ് അവതരിപ്പിച്ച കള്ളക്കണക്കുകളൊക്കെ ജനങ്ങൾ കേട്ടതാണ്. TI മധുസൂദനൻ അവതരിപ്പിച്ച കൃത്യമായ കണക്കുകളും ജനങ്ങൾ കേട്ടതാണ്. അദ്ദേഹം എഴുതിയ നേതാക്കളെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത് നിയമപരമായി നിലനിൽക്കണം എന്നില്ല. എന്തൊക്കെയായാലും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ സത്യമാണ്, അല്ലെങ്കിൽ ശരിയാണ് എന്ന് സഖാക്കൾക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള സർക്കസ് കളിച്ചതുകൊണ്ടോ, ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടോ ഒന്നും TI മധുസൂദനനോ CPMോ കേരളത്തിൽ രക്ഷപ്പെടില്ല, ഒന്നും നേടാൻ പോകുന്നില്ല. നിങ്ങൾ കൂടുതൽ തകർച്ചയിലേക്ക് പോവുകയുള്ളൂ, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നകന്ന് പോവുകയുള്ളൂ എന്നുള്ള ആ ഒരു സാധാരണഗതിയിലുള്ള സാമൂഹ്യ ബോധമെങ്കിലും, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടതാണ്. അതുപോലുമില്ലാതെ ഇത്തരം വെറും വൃത്തികെട്ട ചീഞ്ഞാറിയ കളികളുമായി വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ഹൈക്കോടതി ഈ ഹർജി തള്ളും, സ്വീകരിക്കില്ല. ഇനി ഫയൽ സ്വീകരിച്ചാലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. പിന്നെ ഒരു ചെറിയ ആശ്വാസത്തിന് ഇത്തരം ഹർജികളുമായിട്ട് TI മധുസൂദനനോ CPMനോ, ഇനിയിപ്പം തളിപ്പറമ്പിൽ PK ശ്യാമളയും ഇറങ്ങുമായിരിക്കും. തന്നെയും വ്യാജ പ്രചരണം നടത്തി തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഗോവിന്ദൻ്റെ ഭാര്യയും ഇറങ്ങുമായിരിക്കും. എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് വീണ്ടും കുറച്ച് സഖാക്കളെങ്കിലും പറ്റിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നത് അവരുടെ നേട്ടമാണ്. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ വലിച്ച് ചവറ്റുകൊട്ടയിൽ ഇട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം മധുസൂദനനും അതുപോലെ CPMൻ്റെ നേതാക്കളും KK രാഗേഷും MV ഗോവിന്ദനും പിണറായി വിജയനുമൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഗുണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ദോഷം.